ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്താക്കാം. അതുപോലെ തന്നെ 4 മണി പലഹാരമായിട്ട് കഴിക്കാം. എല്ലാറ്റിനും പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ്. കണ്ടില്ലേ, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കഷ്ണം നേന്ത്രപ്പഴം വേവിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കഷ്ണം നേന്ത്രപ്പഴം പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 നേന്ത്രപ്പഴം ഉണ്ടായിരിക്കും. വളരെ ചെറുതാണെങ്കിൽ 2 നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. എപ്പോഴും നേന്ത്രപ്പഴം വല്ലാതെ അങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അത്ര കഴിക്കാനൊന്നും. അപ്പോൾ ഇതുപോലെ നല്ല കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഇതിനൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്കിതിൽ അധികം മധുരമൊന്നും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇനി അധികം കറുത്തു പോയ പഴത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഞാൻ അതിന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് പൊടി. പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് നിറച്ചും തേങ്ങ ചിരകിയത് ചേർക്കുക കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് കുറച്ചിട്ടും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 മുട്ടയാണ് കേട്ടോ. മുട്ട ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസാണ് ചേർക്കുന്നത്. അപ്പോൾ ആ മുട്ടയുടെ ഫ്ലേവറൊന്നും ഇല്ലാതെയായി കിട്ടും. അല്ലെങ്കിലും ഇതുണ്ടാക്കുമ്പോൾ അത്ര മുട്ടയുടെ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയായി കിട്ടും. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ വാനില എസൻസൊക്കെ ഓപ്ഷനിലാണ്. ഈ പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പഞ്ചസാരയുടെ. പിന്നെ കുറച്ച് ഈ കറുവപ്പട്ടയുടെ പൊടി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ കറുവപ്പട്ടയുടെ പൊടി വാനില എസൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലുള്ളൊരു ബാറ്ററായി കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കട്ടിയിലുള്ള ബാറ്റർ ആയിരിക്കണം. അതായത് ഒരു ഇഡ്ഡലി ബാറ്ററിനെയൊക്കെ കുറച്ചും കൂടി കട്ടിയിൽ. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നോർമൽ പാലാണ് ചേർക്കുന്നത്. കാച്ചിയതോ കാച്ചാത്തോ ഏത് വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും വേണ്ടില്ല. 2 ടേബിൾ സ്പൂൺ പാൽ അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വല്ലാതെ സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പാൽ അധികം ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലില്ലെങ്കിൽ അതിന് പകരം കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. കാരണം പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി അപ്പം തന്നെ ചുട്ടെടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. പിന്നെ നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുണ്ടാക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. മുട്ട കഴിക്കുന്നവരെന്തായാലും മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ കുട്ടി കുട്ടി ദോശകൾ ഉണ്ടാക്കുക. ഒരേ സമയത്ത് 3-4 ഉണ്ടാക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ 2 ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കരുത് കേട്ടോ. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് മറിച്ചിടാം. ഇത് മീതവശം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ മറിച്ചിടാവൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് മറിച്ചിടുന്ന കാര്യത്തിൽ അല്പം ക്ഷമയൊക്കെ ആവാം. കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ മറിച്ചിട്ടാൽ മതി കേട്ടോ. കുറച്ചും കൂടി നെയ്യ് ഇതിൻ്റെ മീതെ ഞാനൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് മാറ്റാം. ഒന്നും കൂടി ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ശ്രദ്ധിക്കുക, ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ. ഫ്ലെയിം കൂട്ടി വെച്ച് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഞാനിത് ആദ്യം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിങ്ങനെ ചൂടോടുക്കനെ കഴിക്കാൻ എന്തൊരു രുചിയാണ് അറിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുട്ടുണ്ട്, നേന്ത്രപ്പഴമുണ്ട്, പിന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ വാനില എസൻസും ആ കറുവപ്പട്ടയുടെ പൊടി, കറുവപ്പട്ടയുടെ പൊടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചേർത്താൽ മതി, ലേശം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ആ വാനില എസൻസും കറുവപ്പട്ടയുടെ പൊടിയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.